ഇപ്പോൾ വണ്ടി എടുത്ത മോനെ എൻ്റെ തല വയ്ക്കട്ടെ. അപ്പോൾ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് നേരെ എവിടേക്കാണ് പോകുന്നറിയോ? ആനക്കുളത്തേക്കുള്ള യാത്രയാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററുള്ളൂ ആനക്കുളത്തേക്ക്. അപ്പോൾ കഴിച്ച ഹോട്ടലാണ് കാണുന്നത്. എന്തായാലും പോവാം. ആനക്കുളത്താനായി. ആനക്കുളം കുറച്ച് വഴി തെറ്റി നല്ല ഓഫ് റോഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു വെള്ളച്ചാട്ടം കണ്ടു, അടിപൊളി വെള്ളച്ചാട്ടം. അപ്പോൾ ഇതാ ഇവിടെയാണ് വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം. നല്ല രസമുണ്ട് കാണാൻ. ഈ വെള്ളം ഇങ്ങനെ ഒഴുകണ സൗണ്ട് കേൾക്കാൻ പ്രത്യേക രസമാണ്. വേറെ മാതിരി അടിപൊളിയാണ്, സൂപ്പർ. എന്ത് രസമായിട്ട് വെള്ളം ഒഴുകുന്നതെന്ന് അറിയോ? ജസ്റ്റ് ഒന്ന് അവിടം വരെ പോയിട്ട് വരാം. വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാനാ രസം. ഇവിടുന്ന് വെള്ളത്തേക്കൊന്നും ഇറങ്ങണില്ല നമ്മൾ. എന്ന് വെച്ചാൽ പാറക്കല്ലുണ്ട്, അത് ഇവിടെ നടക്കാം. ജാതി അയിമ നല്ല എന്താ പറയുക, ഒരു വെള്ളങ്ങളെ സൗണ്ടൊക്കെ നോക്കും പ്രത്യേക രസമാണ്. ഇനി ഇരിക്കാൻ തോന്നുന്നു. നല്ല തണവായ കാരണം ഇറങ്ങാൻ തോന്നുന്നില്ല. ഇവിടെയൊക്കെ തണുത്ത അന്തരീക്ഷം, അത് കാരണം കുളിക്കാൻ തോന്നുന്നില്ല, നനയാൻ തോന്നുന്നില്ല. അത് വീണ്ടും തണവ് കൂടും. ആരുണ്ട് അവിടെ? എൻട്രൻസിൻ്റെ ഭാഗത്ത് വേറെ വെള്ളച്ചാട്ടം ഉണ്ട്. ഇതെവിടെയാണ്? ആംബിയൻസ് മാറിയില്ലേ? ആംബിയൻസ് ഒക്കെ മാറി. ഇപ്പൊ ഫുള്ള് തേയിലത്തോട്ടങ്ങളൊക്കെ ആയി. മറ്റാൾ പറഞ്ഞില്ലേ തേയിലത്തോട്ടമൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പം അങ്ങനെ ആവാം. ഞാൻ വന്നിട്ടുണ്ട്, ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒതുക്കിക്കോ. വണ്ടിയൊന്ന് നിർത്തി. മൊത്തത്തിലൊരു ആംബിയൻസ് മാറി. ഇപ്പോൾ തേയിലത്തോട്ടങ്ങളൊക്കെ ആയി. ഇനി ആനക്കുളത്തേക്കൊരു 10 കിലോമീറ്റർ ഉണ്ടാവും. സംഭവം അടിപൊളിയാണ് ഈ ഒരു റൂട്ട്. ഇപ്പോൾ മൂന്നാറിലേക്ക് എത്തണ്ട, മൂന്നാർ എത്രയും മുന്നേ തന്നെ വേറെ ലെവല്. നമ്മൾ ആനക്കുളം എത്തിക്കഴിഞ്ഞു. ഐസ്ക്രീം ഉണ്ട്, ചായ കുടിക്കാം. ഒരു ജീപ്പ് റൈഡൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇതാ ഇവിടെ കുറേ പിള്ളേരൊക്കെ വെള്ളത്തിൽ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് ആന വരിക. ഞാൻ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് തുടക്ക സമയത്തൊക്കെ ആയിട്ട്. ഇപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഇനി ആന വരും തോന്നുന്നില്ല. 5 മണി 6 മണി സമയമാകുമ്പോൾ ആന വരുള്ളൂ. അത് ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല, അങ്ങനെയാണ്. KSRTC ബസ് വന്നു. ഇതിലും ആൾക്കാർ ട്രിപ്പ് അടിക്കുന്നുണ്ട്. എല്ലാ ഉൾഗ്രാമത്തിലേക്കും നമ്മൾ എത്തിച്ചു തരും. എവിടേക്കാ? ഇവിടെ ഉണ്ടാവില്ലേ? പ്രവേശന ഫീസ് 20 രൂപ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ, ആനക്കുളം ഭാഗമാണ്, ഇവിടെ കയറണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറാം. നല്ല രസമുണ്ട്, തണലൊക്കെ ഉണ്ട്. പ്രവേശന ഫീസ് 20 രൂപ. ടോയ്ലറ്റ് സൗകര്യം ലഭ്യമാണോ? വാവ്. ആര് ചായ കുടിക്കുക? എല്ലാവർക്കും ക്ഷീണം. ചായക്കട കേട്ടോ. പുറത്തൊക്കെ നല്ല വെയിലാ. മുട്ട വേണ്ട, എനിക്ക് വേണ്ട. വയർ ഫുള്ളാടാ, ചോർന്നിട്ടില്ലുള്ളൂ. സംഭവം ക്ലാസ് തന്നെ അല്ലേ?
അടിപൊളിയല്ലേ? ഒരു ആനക്കുളത്തിൻ്റെ അടുത്ത് തന്നെ 20 രൂപ ടിക്കറ്റ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കയറാം. ബാത്റൂം എവിടെ തപ്പു? ഇതവിടെ എന്തൊക്കെയുണ്ട്? മുളം കണ്ണുള്ളിൽ ഇരുന്നാലോ? അവിടെയാണോ? വാ. അയ്യോ, ഒരു ആന വെള്ളം കുടിക്കുന്ന പുഴയാണ് ഈ കാണുന്നത്. സംഭവജാതി ചെയ്യുമ്പോൾ വേറെ മാതിരി. സൂപ്പർ പുഴ കേട്ടോ. വെള്ളം നല്ല തെളിനീര് വെള്ളം. അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കേണ്ടാവും ആന. വരും എന്ന് വിചാരിക്കാം. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. ആദ്യം വരുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആന വെള്ളം കുടിക്കണം കാണാൻ പറ്റും. അതിങ്ങനെ ആസ്വദിക്കുക അല്ലേ? ഇപ്പോൾ വരൂല്ലേ? ഇപ്പോൾ വരുമായിരിക്കും. വരും, വെയിറ്റ് ചെയ്യാം. അവിടെ ഇതാ KSRTC വന്നു. ഉല്ലാസയാത്ര. നമുക്കും ഇറങ്ങാം. നമ്മൾ ആനക്കുളത്തിലേക്ക് കയറി. എല്ലാവരും കുളിക്കണുണ്ട്. ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ആ കുളത്തിലേക്കാണ് ഇപ്പോൾ വന്നുള്ളത്. കുറേ പേരുണ്ടല്ലോ. നല്ല തെളിഞ്ഞ വെള്ളമല്ലേ ഈ ഭാഗത്ത്? ആനപ്പിണ്ടുണ്ടല്ലേ? വെള്ളത്തിൻ്റെ ക്ലാരിറ്റി കണ്ട? വെള്ളം കണ്ട ആർക്കാരൊന്നും കുടിക്കാൻ തോന്നും. പക്ഷെ ഇത് അവിടെ ഇല്ല ക്ലാരിറ്റി. ആന അവിടുന്ന് വരും നടന്നിട്ട്. നിറച്ച ആനപ്പിണ്ടാണ് ഇവിടെ.